സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതേ പൂർവകാലത്ത് തന്നെ ഒരുപാട് ത്യാഗങ്ങൾ തരണം ചെയ്തുകൊണ്ടും ജയിലിൽ കിടന്നുകൊണ്ടും വെട്ടിക്കൊന്നുപോയിട്ടും അവിടെയെല്ലാം ഹക്ക് ഹക്കായി തുറന്നു പറയുകയായിരുന്നു സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അത് വലിയ ഭാഗ്യമാണ്. ഈ ദുന്യാവിലെ ജീവിതത്തിന് നിലനിൽപ്പില്ലല്ലോ. നാളേക്ക് എന്ത് തയ്യാറ് ചെയ്തു എന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ പറയുന്നു. ഒന്നും കാണുന്നില്ല. ആഖിറത്തിന് വേണ്ടി ഇന്ന ഒരു സമ്പാദ്യമുണ്ടെന്ന് പറയാൻ കാണുന്നില്ല. പടച്ചവന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്തേ? അവന്റെ ദീൻ, അവന്റെ മതം അത് പറയുമ്പോൾ നമ്മളെ വകയിൽ ഒന്ന് കൂട്ടാനോ ഒന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്ന് നോക്കാനോ അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ ദീന് അത് സത്യവിരുദ്ധമായ നിലക്ക് അവതരിപ്പിക്കാനോ ജീവിതത്തിൽ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് റബ്ബിനറിയാമല്ലോ. സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ പറയുന്നുള്ളൂ, അസത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ. അത് റബ്ബിനറിയാമല്ലോ. ആ വകയിൽ മനസ്സിനൊരു ചെറിയ സമാധാനമുണ്ട്. ഇമാം ശാഫഈ തങ്ങളെ വഫാത്തിനടുത്ത സമയത്ത് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കൈഫ അസ്ബഹത യാ ശൈഖീ, ഉസ്താദേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ചൊല്ലിയതാണ് വലമ്മാ ഖസാ ഖൽബി വളഖത് മദാഹിബി ജഅൽതു റജൈന വഅഫ്വിക സുല്ലമാ തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ളമാ. എന്റെ മനസ്സ് ഉറച്ചു പോയപ്പോൾ, എനിക്ക് പോകാനുള്ള വഴികൾ ഇടുങ്ങിപ്പോയപ്പോൾ ജഅൽതു റജൈന വഅഫ്വിക സുല്ലമാ, പോകേണ്ടത് ഖബറിലേക്കല്ലേ? അതേ, അങ്ങോട്ട് പിന്നെയും പല രംഗങ്ങളുമില്ലേ? റബ്ബേ, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമെന്ന നിന്റെ വിട്ടുവീഴ്ച എനിക്ക് രക്ഷപ്പെടാനുള്ള അതേ കോണിപ്പടിയായി ഞാൻ മനസ്സിലാക്കി.